സന്തോഷവായനെ എന്തൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ്? വൈറ്റ് ഉണ്ട്, അത് ഞാൻ കഴിച്ചിട്ട് പറയാം. കുറച്ചുകൂടെ പവർ വരട്ടെ. ഇവിടെ പൂജ നടപ്പുണ്ടോ? ഇതിന്റെ കോംപ്ലിമെന്ററി സാധനമല്ല, ഇത് എത്ര ചോദിച്ചാലും തരുമോന്ന് ചോദിച്ചു. അപ്പൊ അവര് വളരെ രണ്ട് ആൺകുട്ടികൾ അവർ ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. ഏതൊരു ബന്ധത്തിൽ ഏർപ്പെടും ആ ഒരു ബന്ധമല്ല പറയുന്നത് കേട്ടോ, വേറെ ബന്ധമൊന്നും ഇതിനകത്തല്ല. അവൻ ക്യാമറയ്ക്ക് മുമ്പ് ചെയ്യുന്നതുകൊണ്ട് കഥാപ്രസംഗം പറയും. എനിക്കറിയാം ഇവന്റെ ഇത്, അതുകൊണ്ട് ഞാൻ നേരെ പോയി വേറെ അടിച്ചിട്ട് നേരെ അതിന്റെ ആ ബാത്റൂമിൽ കയറി ഫ്ലോയിൽ അങ്ങോട്ട് പോയാൽ സാമ്പാറും പൊറോട്ടയോ? സാമ്പാർ എന്റെ ഫേവറേറ്റ് ആണ്. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ വീഡിയോ എനിക്ക് എടുത്തു പറയണം, കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ബോർ വീഡിയോ എന്നാണ് പലരും പറയുന്നത്. എനിക്കും തീർച്ചയായിട്ടും അങ്ങനെ തോന്നി, കാരണം അതിനകത്ത് ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ തുറന്നു പറയണം, ആ ഒരു വീഡിയോയുടെ പേർപ്പസ് എന്ന് പറയുമ്പോൾ തന്നെ എന്റർടൈൻമെന്റ് അല്ലായിരുന്നു. ഞാൻ ആദ്യം തന്നെ ആ വീഡിയോക്ക് പറഞ്ഞു, ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ഇൻഫോർമേറ്റീവ് വീഡിയോ. നമ്മൾ ചെയ്യുന്നത് എന്തോ അതിൽ അടങ്ങുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് ആർക്കെങ്കിലും ഉപകരിക്കട്ടെ എന്നൊരു ചിന്ത കൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ചാനലിൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഉപകാരപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ആരും ആയിക്കോട്ടെ, ഒരാളെങ്കിലും ഒരാൾ അത് ഉപകാരപ്പെടുമല്ലോ. സോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ബോറൻ വീഡിയോ നമ്മൾ ചെയ്തത്. അതിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു പ്രായച്ചിത്തം എന്നോണം ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ പരമാവധി നമ്മുടെ പഴയ മദ്യപാനി ദി ഡ്രങ്കർഡ് സ്റ്റൈലിലായിരിക്കും നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തം. ഇന്ന് രണ്ടും കൽപ്പിച്ച് വന്നിരിക്കുകയാണ്. ഇന്ന് പഴയ മദ്യപാനി ദി ഡ്രങ്കർഡ് ചാനൽ ആക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ, ലെറ്റ്സ് ഗോ മാൻ. നമുക്കിതൊക്കെ ഒരു പുതിയ സ്ഥലം അല്ലേ? ഡ്രങ്കൻജി ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നത്. പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് ഈ സ്പോട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ തുടങ്ങാനായിട്ട് ഈ ഒരു ഏരിയയിലോട്ട് നമ്മൾ കടന്നപ്പോഴേക്കും വളരെ യാദർശികം എന്നോണം, മദ്യ ദൈവങ്ങളുടെ കടാക്ഷം എന്നോണം നമ്മുടെ മറ്റൊരു ഉറ്റ സുഹൃത്തിനെ നമ്മൾ കണ്ടുമുട്ടി ഇവിടെ വെച്ച്. നമുക്ക് മുമ്പേ ഇവിടെ ഉണ്ട് പുള്ളി. ഏറി വാടാ മോനെ, നമ്മുടെ ന്യൂ ഇയറിലെ ബ്രോ. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വെച്ച് മീറ്റ് ചെയ്ത സെയിം ബ്രോ. അപ്പോൾ ഇപ്പൊ കോറം തികഞ്ഞു, ഇനി ജോമോൻജിയും കൂടെ മതിയായിരുന്നു വാട്ടർമാൻ. അപ്പൊ എന്നിരുന്നാലും ഇന്നെന്തായാലും അടിപൊളി. ഇത് വളരെ യാദർശികമായിട്ടോ, ഞങ്ങൾ ഒരിക്കൽ നിങ്ങൾ കണ്ടതാണ് നമ്മൾ എങ്ങനെ തുടങ്ങിയത്. പക്ഷെ വളരെ യാദർശികമായിട്ട് പുള്ളിയുടെ ഫേവറേറ്റ് പ്ലേസുകളിൽ ഒന്നാണിത്. അപ്പോൾ അതിന്റെ പുറത്ത് പുള്ളി ഇവിടെ വന്നു. ഞങ്ങൾ ചിന്തിച്ചായിരുന്നു അവൻ ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ എന്നിരുന്നാലും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ, കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയൊക്കെയാണോ ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരു സന്തോഷമായേനെ. എന്തൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ്? വൈറ്റ് ഉണ്ട്, വൈറ്റ് പറഞ്ഞിട്ടുണ്ട്. അതെ, വൈറ്റ് മാത്രമേ പറയാം, നമ്മൾ ബ്രാൻഡ് ഒന്നും പറയത്തില്ല. മോരാണ് ഇന്നത്ത്? അല്ല, ഐസ അല്ലേ? കല്യാണത്തിനൊക്കെ മോര് വിളമ്പുന്ന ഒരു പാത്രം പോലെയൊക്കെ ഇരിക്കുന്നു. എല്ലാത്തിലും ഇട്ടോ? ഒന്നോ രണ്ടോ എട്ടോ മോനെ. അപ്പൊ നമ്മളൊരു ബിയർ മേടിച്ചിരുന്നു. അപ്പൊ ആ ബിയർ ഇങ്ങോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്തു നമ്മള്. പൂജ നടപ്പുണ്ടോ? ഓ, ഇതിന്റെ സൗണ്ട് ആണല്ലോ ഒരുമാതിരി പൂജാരിമാര് മണി അടിക്കുന്ന പോലെ. ഏതാ? എനിക്ക് വേണ്ട റേയാണ്. വെള്ളം പറഞ്ഞില്ല, വെള്ളം കൊണ്ടുവന്ന് കാരണങ്ങളെല്ലാം തുടങ്ങി കഴിഞ്ഞു. നമ്മള് വെള്ളം മാത്രമാണ് ഇല്ലാതിരുന്നത്. അപ്പോൾ വെള്ളവും വന്നു കഴിഞ്ഞു. ഇനി എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാൻ വയ്യ, അല്ല മിസ്റ്റർ ഡ്രങ്കൻജി? ഓക്കെ ഗാസ്, ഡ്രങ്കൻജിയുടെ വെള്ളം വന്നു കഴിഞ്ഞു. ഐസ് കിട്ടിയാണ് അതിനകത്ത്. നല്ല ചോക്ലേറ്റിന്റെ മണമല്ല. എനിക്കിത്തിരി സോഡ ഫ്ലേവർ ആണോ? ഒഴിച്ചു. നിക്കട്ടെ. അതെന്തോ ഇതിനകത്തൊന്നും ഉപ്പ് വാരി ഇടതേ, ചതിക്കില്ല ഡ്രങ്കൻജി. ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നത്. അതെ, അല്ല അത് പൊടി സാധനമാണ്. മദ്യത്തിൽ ഉപ്പിടുന്നു. എന്ത് ഡ്രങ്കാ തനിക്കെന്ത്? അതെ, അതൊന്ന് വായിലേക്ക് വെച്ച് നോക്കുന്നു. വൈറ്റ് ബ്രൗൺ ഷുഗറാ? ഉപ്പാ? ആ, ഉപ്പ് ഓർമ്മയുണ്ടല്ലോ, ഒരു ചലഞ്ച് വീഡിയോക്കകത്ത് ഉപ്പ് കലക്കി കുടിച്ചത്. അല്ല, അത് പ്രാങ്ക് വീഡിയോ. ഉപ്പ് എവിടെ അടിക്കാൻ പോവാ? ചേച്ചൊന്നും വേണ്ടതായിരിക്കും. വോട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് ഡ്രങ്കൻജിക്ക് ഉപ്പ് വെള്ളം കലക്കി കൊടുത്ത്.
അത് കുടിച്ച് മനസ്സിലായില്ല കുടിച്ചപ്പോ മനസ്സിലായി. അതിന്റെ പ്രതികാരം എന്നോണം നമ്മുടെ ഒരു വേറൊരു ചലഞ്ച് വീഡിയോ വന്നു, നാക്ക് ടങ് ട്വിസ്റ്റിംഗ് ചലഞ്ച്. അതിനകത്ത് തോക്കുന്നവർക്ക് ഓരോരോ ശിക്ഷയാണ്. അതിനകത്ത് എനിക്ക് ഉപ്പ് കൂടി കഴിക്കേണ്ടി വന്ന് സ്പൂണിനകത്ത് കോരി. അതൊക്കെ ഒരു രസമായിരുന്നല്ലേ ഡ്രാഗൻ? അപ്പൊ പണി തുടങ്ങിയാൽ എല്ലാവരും റെഡിയല്ലേ? യെസ്. അല്ലെങ്കിൽ ചെറിയ ചെറിയ ചീസുകളേ ഉള്ളൂ കേട്ടോ. സോ ദ ചിയേഴ്സ് ഓഫ് നാഗിസ്. എന്ത് പറയുന്നു? താങ്കൾക്ക് പണ്ട് കൊച്ചിയിൽ വെച്ച് അതിരാവിലെ കൊതി വന്നൊരു സാധനമാണ് നമ്മളൊന്ന് മേടിച്ചത്. ഓർമ്മയുണ്ടോ ആ ദിനങ്ങൾ? അതെ. ഓക്കെ, ട്രങ്കൻജിക്ക് ഫേവറേറ്റ് ഉള്ള സാലഡ് അത് കാണിച്ചു ഉടനെ എടുത്ത് കഴിക്കുന്നേ. ഉപ്പും കുരുമുളകൊക്കെ വാരി വെതറിയിട്ടിട്ടുണ്ട് ട്രങ്കൻജി. പിന്നെ അതുപോലെ ഇത് ഇവരുടെ ട്രേഡ് മാർക്കുള്ള സാധനമായിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച്. വളരെ ചെറിയ പീസുകളാണെങ്കിലും നല്ല ടേസ്റ്റി കേട്ടോ. അപ്പൊ ഗായ്സ്, അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഇവരോട് ചുമ്മാ തമാശ എന്നോണം ഞാൻ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അതായത് ഇത് കോംപ്ലിമെന്ററി സാധനമല്ല, ഇത് എത്ര ചോദിച്ചാലും തരുമോന്ന് ചോദിച്ചു. അപ്പൊ അവര് വളരെ ആത്മാർത്ഥതയോട് പറഞ്ഞു എത്ര ചോദിച്ചാലും തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് കൗണ്ടർ ഡയലോഗ് ഞാൻ ഇട്ട്, ഇത് എല്ലാ കാലവും ഉണ്ടാകുമോ അതോ ഈ ആരംഭ ശൂരത്വം എന്നൊക്കെ പറയുന്ന പോലെ ഹോട്ടൽ തുടങ്ങിയ സമയത്ത് മാത്രം ഇതൊക്കെ ഉണ്ടാവൂ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവർ ഗ്യാരണ്ടി ചെയ്യുന്നു ഇതെല്ലാ കാലവും ഉടനീളം ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ നമ്മളിവിടൊക്കെ തന്നെ ഉള്ളവരാണല്ലോ, നമ്മൾ എല്ലാ കാലവും നമ്മളിവിടെ വരും, അപ്പോഴും ഇത് കാണണം. തെളിവായിട്ട് നമുക്ക് ഈ വീഡിയോ ഉണ്ട്. അന്ന് വന്നില്ലെങ്കിൽ നമ്മളിത് കേസ് കൊടുക്കും നമ്മൾ, അല്ലേ ഡ്രാഗൻസി? അനുഗ്രഹിച്ചു വിട്ട് ഇത് സാധനം ഇവിടെ തുടങ്ങിയല്ലോടാ. ഏതല്ല അവർ തന്നെയാണ് ഇത് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. അതെ, അത് കഴിഞ്ഞാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഈ സാധനം ആ സെയിം സാധനം ഇവിടെ ചെയ്യുന്നതാണ്. ഓക്കെ. അവിടെ ആണെങ്കിൽ നമുക്ക് ആദ്യം ടച്ചായിട്ട് തന്നെ കപ്പ ബിരിയാണി ഇല്ലേ? കപ്പ ബിരിയാണി അത് നമ്മുടെ ആലപ്പുഴ മറ്റൊരു സ്ഥലത്തും തരും. പിന്നെ കട്ട് ഫ്രൂട്ട്സ് അതൊക്കെയാണ് കോംപ്ലിമെന്റ് ആയിട്ട് ഈ ഒരു കാര്യം. സോ ബെസ്റ്റ് ഡ്രാഗൻജി, നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് ചെറിയൊരു സംസാരിച്ചില്ലെങ്കിൽ നമ്മളൊന്നും ആണുങ്ങളല്ല എന്നുള്ളത്. നമ്മൾ ആണുങ്ങളല്ലെന്ന് ആരും പറയത്തൊന്നുമില്ലെങ്കിലും ആണുങ്ങൾക്കൊരു ചിതപ്പരാണ്, മോശമാണത് കുറച്ചിലായിട്ട് തോന്നുന്നു. പക്ഷെ നമ്മളാരുമല്ല പറയാനെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ ഡ്രാഗൻജി? 2 ആൺകുട്ടികൾ അവർ ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? പെണ്ണിന് വേണ്ടിയിട്ട്. പെണ്ണ് കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല കേട്ടോ. അവര് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച 2 പെൺകുട്ടികൾ. ഈ നമ്മൾ ഓരോരുത്തർ വിഷയമായിട്ട് പറഞ്ഞാൽ മതി. ആ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല, അത് ഓർമ്മയില്ല. അപ്പൊ എന്നിരുന്നാലും ഒരാള് 15 വർഷമായിട്ട് അവര് സ്നേഹത്തിലായിരുന്നു. ഞാനിപ്പോ ഈ കാര്യം ഫ്രഷ് ആയിട്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ബേസ് ആയിട്ട് എല്ലാവർക്കും ഈ കാര്യം അറിയാവുന്ന. അപ്പൊ എന്നിരുന്നാലും ആ വിഷയം നിങ്ങൾക്ക് അറിയാലോ. ബേസിന് വേണ്ടി ആദ്യമായിട്ട് കേൾക്കുന്നതിന് വേണ്ടി അവർക്കൊരു ഇൻഫർമേഷൻ വേണ്ടി പറയുന്നതാണ്. ഒരുത്തനെ ഇവിടെ 15 വർഷമായിട്ട് സ്നേഹത്തിലാണ്. 14 വർഷമായിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൊട്ട് സ്നേഹിക്കാൻ തുടങ്ങിയ അവസാനം അവൾ തേച്ചിട്ടു. അവൻ ആത്മഹത്യ. അവൻ നല്ലൊരു പയ്യനായിരുന്നു, നല്ല ബോഡി ബിൽഡിങ് എല്ലാ കാര്യങ്ങളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പിയറൻസ് വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാം നല്ല രീതിയിൽ പോയതാണ്. പക്ഷെ ഇതാണ് പ്രശ്നം. മറ്റൊരുത്തിന് 5 വർഷമായിട്ട് പ്രണയിച്ച് അവൾ അവസാനം 3 വർഷം കഴിഞ്ഞപ്പോ തേച്ചിട്ട് പോയിന്ന് മാത്രമല്ല 2 വർഷം പിന്നെയും കൂടെ ഉണ്ടായിരുന്നു, മറ്റൊരുത്തനുമായിട്ട് അഫയർ ആയിരുന്നു. മനസ്സിലായി? ഈ പാവപ്പെട്ടവനെ ഇവനെ പുഴിഞ്ഞൊഴുകി പൂറ്റി ഐഫോൺ മേടിച്ചു കൊടുത്ത് ഇവളുടെ ഇഷ്ടപ്രകാരം കാറ്, ഇവളുടെ ഇഷ്ടത്തിനല്ല, ഇവളുടെ വീട്ടിലെ 28നും ബർത്ത്ഡേക്കും എല്ലാം ഇവനെ വിളിച്ചു വരും. എന്തിനു വേണ്ട? ഇവനുള്ള സ്നേഹം കൊണ്ടല്ല. ഇവൻ അതിന് സ്പോൺസർ ചെയ്യണം, ഇവനെ കൊണ്ട് കാശ് ചെലവാക്കിച്ച് ഇവനെ കൊണ്ടാണ് പരിപാടി. അതിനുവേണ്ടി ഇവനെ ഉപയോഗിച്ചു. അവസാനം ഇവന്റെ ഒന്നുമില്ലെന്ന് കണ്ടപ്പോൾ അവസാനം നീ പോയി ചാവട പെണ്ണി എന്ന് വരെ അവള് പറഞ്ഞു. അതാണ് പെണ്ണ്, അല്ലെ? നിന്റെ കാര്യം അല്ല ഇവിടെ പറയുന്നത്, ഇവന്റെ കാര്യം ചുമ്മാര് പറഞ്ഞേട്ടാ. പക്ഷെ അതാണ് പെണ്ണ്. എല്ലാരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. പക്ഷെ ഈ ഒരു ടൈപ്പുള്ള പെമ്പിളെ അല്ല, നമ്മളിപ്പോ ഈ കാര്യം പറയുമ്പോഴും പലർക്കും അനുഭവം ഉണ്ടാവും, മനസ്സിലായോ? പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും കാര്യം അവിടെ എന്ത് ചെയ്തു എങ്ങനെയൊക്കെയാണോ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. ഏതെങ്കിലും ഒരു കൂതറ പെണ്ണ് അല്ല, നിങ്ങൾ നല്ല ആത്മാർത്ഥതയുള്ള പെണ്ണാണെങ്കിൽ, ആത്മാർത്ഥതയുള്ള സ്നേഹമാണെങ്കിൽ ഒരിക്കലും ചെയ്തില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, ആത്മാർത്ഥത കൂടിപ്പോയിട്ടാണ് അച്ഛനും അമ്മമാരെ ഉപയോഗിച്ചിട്ട് കൂടെ ഇറക്കി ചാടിപ്പോണത്. അതൊക്കെ ആത്മാർത്ഥതയെ. പക്ഷെ അപ്പൊ നിങ്ങൾ അതേ നെഗറ്റീവായിട്ട് പറയും, അത് സ്വന്തം വളർത്തി വലുതാക്കി അച്ഛനും അമ്മയും വേണ്ടതായി, അവരോടൊരു ഇതില്ലാത്തൊരു പെണ്ണാണെന്ന് പറയും. പക്ഷെ എന്നിരുന്നാലും ആത്മാർത്ഥത, സ്നേഹിക്കുന്നവരുടെ ആത്മാർത്ഥത കാണിക്കണം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്നിരുന്നാലും നമ്മുടെ പോയിന്റ് ഒന്നുമില്ല, ആത്മാർത്ഥത ഈസ് നോട്ട് അവർ ടോപ്പിക്. നമ്മുടെ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആണുങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അത് ഞാൻ ഇത് കഴിച്ചിട്ട് പറയാം, കുറച്ചുകൂടെ പവർ വരട്ടെ.
അത് പറയണ്ട. അല്ല, നീ പറയുന്നത് കണക്റ്റഡ് ആണ് പല കാര്യങ്ങളും. അതെ, ഇപ്പോഴത്തെ പിള്ളേരുടെ ലൈഫില്ലേ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അതാണായാലും പെണ്ണായാലും അവരുടെ ഇത് ലൈഫിന്റെ കാര്യം ഞാൻ പറയുന്നത്. പക്ഷെ നമ്മള് പ്രതീക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും പുറമെ കാണിക്കുന്നത് പലതുമായിരിക്കും. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴത്തെ ലൈഫിൽ അവരുടെ 20 കഴിഞ്ഞുള്ള കിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ. നമ്മൾ ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയാം, നമ്മൾ ഇതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ വീഡിയോ അല്ലേ ഇത്. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ചാനലിലെ കണ്ടന്റിലൂടെ നമ്മൾ വളരെ ഒരുപാട് ആൾക്കാർ പറയാൻ ആഗ്രഹിക്കുന്നവരും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് യൂട്യൂബിൽ. പക്ഷെ നമ്മൾ പറയുന്നത് പോലെ ആരും പറയാറില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. അപ്പൊ ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. വളരെ ഷോർട്ടായിട്ട് പറയാം, ഒരു പെണ്ണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ട് ചിന്തിക്കുക. ഒരു പെണ്ണുമായിട്ട് സ്നേഹത്തിലായി അവൾക്ക് നിങ്ങളെ വേണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ചത്ത് കളഞ്ഞാലും നിങ്ങൾക്ക് പോയി. അവള് സുഖിച്ച് കണ്ടവന്റെ കൂടെ ജീവിക്കുന്നു. അവൾ ആ ജീവിതത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും നേടി നിങ്ങളെയും തേച്ച് അവള് സുഖമായിട്ട് മറ്റൊരുത്തിന്റെ കൂടെ ജീവിക്കുന്നു. നിങ്ങൾ ആത്മഹത്യ ചെയ്തുകൊണ്ട് ആർക്ക് പോയി? നിങ്ങളെ പോറ്റി വളർത്തി നിങ്ങളുടെ തണ്ടും തടി തന്നു നിങ്ങളുടെ തന്തയ്ക്കും തള്ളയ്ക്കും പോയി. ആർക്കും ഒരു വില ഉണ്ടാകത്തില്ല. ആദ്യത്തെ കുറച്ചു നാൾ മാത്രം നിങ്ങളെന്ന് ഓർക്കും. അവൾ അങ്ങനെ ചെയ്തു, യുവാവ് ആത്മഹത്യ ചെയ്തു. പലരും സെന്റി അടിക്കും, ശബ്ദം കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, എന്തിനിങ്ങനെ ചെയ്തു. അതൊക്കെ കുറച്ച് നാള് അത് കഴിയുമ്പോൾ അവരെല്ലാരും മറക്കും, നിങ്ങളെ ഓർക്കത്തില്ല. പിന്നെ ആണ്ടിലും ഇതിനൊക്കെ മാത്രം നിങ്ങൾ ഓർക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം അങ്ങനെ പാഴാക്കി കളയാനുള്ള ഒരു കാര്യമല്ല നിങ്ങൾ ആദ്യം ഓർക്കണം. ഏതൊരു ബന്ധത്തിൽ ഏർപ്പെടും, ആ ഒരു ബന്ധമല്ല ഞാൻ പറയുന്നത് കേട്ടോ, വേറെ ബന്ധമൊന്നും ഇതിനകത്തല്ല. ഏതൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടണം നിങ്ങൾ ആദ്യമേ ചിന്തിക്കുക, ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കുന്നല്ല. ഒരിക്കലും ഒരു ബന്ധത്തിൽ ഒരു ലവ് അഫെയറിൽ ഏർപ്പെടുന്ന ആൾക്കാരും ഒരിക്കലും ചിന്തിക്കില്ല. നിങ്ങൾ എപ്പോഴും കോൺഫിഡന്റ് ആയിരിക്കും, ഒരിക്കലും അവൾ എന്നോട് ചെയ്തില്ല അല്ല അവൻ എന്നോട് അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ള ധാരണയായിരിക്കും നിങ്ങൾ എപ്പോഴും പോകുന്നത്. പക്ഷേ നിങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാവണം, എന്തൊരു സാഹചര്യത്തിലും ലവ് അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും ഒരു സാഹചര്യങ്ങളിലും നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് കളയാൻ പാടില്ല. നിങ്ങൾ സ്വയം നശിപ്പിച്ച്. കാരണം നിങ്ങളെ പോറ്റി വളർത്തിയ അച്ഛനമ്മമാരുണ്ട്, അവര് നിങ്ങളെ എന്തോരം സ്നേഹിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സ്നേഹവും നിങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റേത് സ്നേഹവും ലോകത്തിൽ. കാരണം ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. കാരണം നമ്മളിതൊക്കെ പണ്ട് തൊട്ടേ കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങളാണ്. പെണ്ണ് തേച്ചിട്ട് സാധാരണഗതിയിൽ പറയുമ്പോൾ പെമ്പിള്ളേർ ആത്മഹത്യ ചെയ്തത് അതൊക്കെ വളരെ റെയറാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ ചെറുക്കന്മാരെ പിടിച്ച് അകത്തിട്ട് പല വകുപ്പുകൾ. ഈ ഒരു കേസുകളിൽ പെമ്പിള്ളേരെയൊക്കെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതൊക്കെയാണ് ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്നത്, തെണ്ടിത്തരങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കില്ല. ആ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, വിഷമം, നമ്മൾ ഇനി എന്തിനു ജീവിക്കുന്നു. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ മുഖമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതം മുഴുവൻ പാഴാക്കിക്കൊണ്ട് ഇത്രയും കാലവും അവരുടെ എല്ലാ സൗകര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടിയിട്ട് അവരെ കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾ ഇല്ലാതെ പോകുമ്പോൾ അവരുടെ ജീവിതം അവർ പിന്നെ എന്തിനാണെന്നും ചിന്തിക്കണം. അവർക്ക് പിന്നെ ജീവിതത്തിൽ ഒന്നും ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് ഓർമ്മ വേണം. ഇന്നലെ വന്നൊരു പെണ്ണല്ല നിങ്ങൾക്ക് വലുതാവേണ്ടത്. മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച നിങ്ങളുടെ അച്ഛന്റെ അമ്മയെ കുറിച്ച് ചിന്തിക്കണം. അപ്പൊ നിങ്ങൾ ഒരു തെറ്റായ തീരുമാനത്തിലോട്ടും പോകത്തില്ല. തെറ്റായി. കാരണം ഒരു പെണ്ണ് പോയാൽ മറ്റൊരു പെണ്ണ് നിങ്ങൾക്ക് വരും. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ മനസ്സ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാളും നല്ലൊരു പെണ്ണ് വരും. ഏറ്റവും ആത്മാർത്ഥതയുള്ള നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാവുന്ന ഒരു പെണ്ണ് വരും. അത് നിങ്ങൾ ഓർക്കുക. കാരണം നിങ്ങളെ വേണ്ടാത്ത കൊണ്ടാണ് അവള് പോയത്. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ അവക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം കൊണ്ട് നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ല. അത് നിങ്ങൾ എപ്പോഴും ഓർക്ക്. അടിയോ മോനെ, അടുത്ത റൗണ്ട് മയക്കൊടി. അല്ല, കാര്യമായിട്ട് പറഞ്ഞാണ്. നമുക്കിതൊക്കെ കേൾക്കുമ്പോ ശരിക്കും രക്തം തിളക്കും. സത്യം പറഞ്ഞാൽ അപ്പോഴൊക്കെ ഓർക്ക് നിന്നറിയാം. അങ്ങനെ ശ്രീനിവാസം പറഞ്ഞിട്ടില്ലേ, പിന്നെ നക്സലൈറ്റ് ആയിരുന്നു ആട്ടത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ് ചിലപ്പോ വേറെ വല്ല വകുപ്പിലോട്ടൊക്കെ പോകും. അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, പിടിക്കത്തില്ല. പല കാര്യങ്ങളല്ലേ നമ്മുടെ എല്ലാ ലൈഫിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണോ? തീർച്ചയായിട്ടും നമുക്കത് ചിന്തിക്കണം. അത് ചിന്തയാണ് ഏറ്റവും. നമ്മൾ ഓരോരുത്തരുടെയും ലൈഫിൽ കറക്റ്റ് ആകാൻ പറയുന്ന കുറെ കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ട്, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മള് ഒരു സമയത്ത് ഒരു ചിന്തയ്ക്ക് വേണ്ടി അങ്ങനെ ജീവിതം നശിപ്പിച്ചു കളയാൻ പാടില്ല. ഒരുപാട് വ്യക്തികൾ ഞാൻ തന്നെ ചിന്തിച്ചു പോയി, എനിക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. അല്ല, അത് താങ്കൾക്ക് മാത്രമല്ല, ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ അവർ ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാകാം. പക്ഷെ നമ്മളതെല്ലാം ചെയ്ത് അങ്ങനെ തരണം ചെയ്ത് അതിജീവിച്ച് വരുന്നവരൊക്കെ ജീവിതത്തിൽ വിജയം കണ്ടെത്തും. അത് തീർച്ചയാണ്. ഡ്രങ്കന്റെ രക്തം തിളക്കുന്നു മോനെ. അടുത്ത റൗണ്ട് മയക്ക് വഴിയത് ഡ്രങ്കൻ അവിടെ കിടന്ന് പറയാതെ പറയുന്നു.
ഡ്രങ്കന്റെ കവിളൊക്കെ കിടന്ന് തിളയ്ക്കുന്നു. ഞാൻ പൈസ കാര്യമില്ല, അതെ എനിക്ക് തന്നെ കാര്യമില്ല. അതെ ബാച്ചിലർ. അതല്ല എനിക്ക് പറയാൻ അഭിപ്രായമൊന്നുമില്ല. അതെ ഡ്രങ്കൻ വിറച്ചത് പെട്ടെന്ന് കൂടെ അവിടെ ഒഴിച്ചു വെച്ചിരിക്കുന്നു. പണ്ടാര തണുപ്പൊക്കെ പോയി കാണുമോ? ക്യാമറ പിടിച്ചെടുക്കുന്ന നിർത്തി അടിക്കാനൊന്നും തുടങ്ങുന്നില്ല. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലത്, വർഷം കുറെ ആയെന്നത്. അവൻ ക്യാമറയ്ക്ക് മുമ്പ് നിന്നുകൊണ്ട് കഥാപ്രസംഗം പറയും. എനിക്കറിയാം ഇവന്റെ ഇത്, അതുകൊണ്ട് ഞാൻ നേരെ പോയി വേറെ അടിച്ചിട്ട് ഇവന്റെ കൂടെ വീഡിയോ എടുക്കുകയാണ്. അല്ല അത് കാരണം ഡ്രങ്കൻ ഇടക്കൊക്കെ എന്ത് ചെയ്യുന്നറിയാവാ? ഡ്രങ്കൻ ആദ്യം തന്നെ ഞാൻ ക്യാമറ കൊടുക്കുമ്പോൾ ഡ്രങ്കൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാല് എവിടെയെങ്കിലും ക്യാമറ അവനെ ഫോക്കസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുണ്ടോ, അതാണ് ഡ്രങ്കൻ ആദ്യം നോക്കുന്നത്. ഇപ്പൊ വേണേ ഡ്രങ്കന് കൈ ഇങ്ങനെ പിടിക്കാം, പക്ഷെ ഡ്രങ്കൻ ഓൾട്ടർനേറ്റീവ് നോക്കും. കാരണം ഇങ്ങനെ കൈ പിടിച്ചിരുന്നിരുന്ന അവസരം കൈ ഇടയ്ക്ക്, എന്നാലും ഞാൻ നിർത്തുന്ന ഡ്രങ്കൻ അറിയാം. അതാണ് ജീവിതം ഡ്രങ്കനെ കൊണ്ട് പഠിപ്പിച്ച പാഠങ്ങളിൽ ഒന്നാണത്. ഇതിൽ നിന്ന് സാധനങ്ങളൊക്കെ എവിടെ പോയി? ഞാൻ അടുത്ത് വിശന്നിട്ട് ഞാൻ കഴിച്ചു. എന്നാ ഒഴിമോനെ ഡ്രാഗൻ അടുത്തുണ്ട് സാധനം അവിടുന്ന് വരും. എടാ ഉറങ്ങ, ഞാൻ ചോദിച്ചത് അത് ഉറങ്ങ കൊണ്ട് തരാൻ പറ. രണ്ടെണ്ണം മേടിച്ചു. അതിനെന്താ കോംപ്ലിമെന്റ് എത്ര അൺലിമിറ്റഡ് ആയിട്ട് തരുന്നില്ല ഒരു വാഗ്ദാനം ചെയ്ത് നമുക്ക് പരീക്ഷിച്ചാൽ തരുമല്ലേ? ഓ അത്ര വലിയ ചെലവെന്നല്ലോ, ഒരു ബ്രെഡ് അല്ലേ 10 മുറിച്ച് വരുന്നത്. 2-3 വർഷം ഇവന് വേറെ പരിപാടി വേണം തുപ്പിയിട്ടൊക്കെ തരും വേണമെങ്കിൽ. ചിലപ്പോ അങ്ങനെ ചിന്തിക്കും, മനസ്സിലായി? വേണേ തുപ്പിയിട്ടൊക്കെ തരുമെന്നല്ലേ പറയാൻ പറ്റത്തില്ലേ? അവർക്ക് അങ്ങനെ പ്രതിഷേധിക്കാൻ പറ്റത്തുള്ളൂ. പാനിപ്പൂരിയല്ല, അതെ ജീവിക്കുന്നു. എടുക്കത്തെ എത്ര കഴിച്ചിട്ടുണ്ട് ഈ സാധനം ഇതുവരെ പാനിപ്പൂരി എന്ന് പറഞ്ഞ സാധനം ഞാൻ കഴിഞ്ഞിട്ടില്ല അല്ലെ? ടേസ്റ്റ് എന്ന് പോലും എനിക്കറിയില്ല. അല്ല അതിപ്പോ പാനിപ്പൂരി ആവണം എന്താ നിർബന്ധം? ഹോട്ടലില് വലിയ അണ്ടാവില് കറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അതിനകത്ത് കറിക്കൊന്നും ഒരു വ്യത്യാസം തോന്നത്തില്ല. അതും പച്ച പരമാർത്ഥമായിട്ടുള്ള കാര്യം. മലയാളികൾക്ക് എന്താ ദേഷ്യമില്ലേ? ഇപ്പൊ ഫുള്ള് ഹോട്ടലിൽ നിൽക്കുന്ന ഫുള്ള് ബംഗാളികള്. അല്ല ആ ഒരു കാര്യത്തിൽ ശരിയാണോ? അപ്പൊ നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്നത് അത് വലിയ വലിയ ഹോട്ടലുകൾ തട്ടുകടയിൽ അങ്ങനെ ചെയ്യാനുള്ള വകുപ്പില്ല. തട്ടുകടയില്ല, തെണ്ടിത്തരം കാണിക്കാൻ ഒരു വകുപ്പില്ല. സത്യം. അല്ല അവിടെ ഉടായി പിറക്കാൻ പറ്റത്തില്ല, കാരണം അവിടെ കിച്ചണും എല്ലാം ഓപ്പൺ ആണ്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് പുറത്തുനിന്ന് പൊടിയും കാര്യങ്ങളൊക്കെ അടിക്കുമായിരിക്കും, പക്ഷേ അവര് മറ്റവര് കാണിക്കുന്ന കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ല. അജിനോമോട്ടോ കളറ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. മഴ തരത്തുണ്ടോ പോലെയാണ്, നല്ല കാറ്റൊക്കെ വെച്ചതല്ലേ. നല്ല എണ്ണ അതിനകത്ത് പൊടി സാധനം തരും. അതെ പൊടി അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അതെ നമ്മൾ ഫുഡ് കഴിക്കണ്ട, ഫുഡ് കഴിക്കാതെ നമ്മൾ തെരുവിലൂടെ റോഡിലൂടെ പോകുമ്പോ എന്തോരം പൊടി നമ്മൾ വായിലൂടെ അടിച്ചു കയറ്റുന്നു. റോഡ് പണി വേണ്ടി എത്ര സ്ഥലത്താ പൊളിച്ചിട്ട് അത്രേ ഉള്ളൂ. സമാധാനം. ഇനി എനിക്ക് 2 പെഗ് കൂടെ വേണം. ഞാൻ മേടിക്കും മോനെ, എനിക്ക് ഒരു ഉൾചിന്തയും വേറെ ചിന്തകളൊന്നുമില്ല. ഞാൻ 2 പെഗ് കൂടെ മേടിച്ചിട്ടില്ലാവേ, ഗ്ലാസ്സിലൊക്കെ ഉണ്ടല്ലോ. ഓക്കെ ഗായ്സ്, അങ്ങനെ ഒരു റൗണ്ട് മയക്ക് വെടി കൂടി ഞാൻ മേടിച്ചു. അത് ഇവിടെ ഇരിക്കട്ടെ. തനിക്ക് വേണ്ടായിരുന്നോടോ ഒരെണ്ണം കൂടെ? ഞാൻ അത് അടുത്ത റൗണ്ട് മേടിക്കും. ഇതിന്ന് ഞാൻ ബിയർ ഒന്ന് ചെറുല വേണ്ടി അങ്ങ് അടിക്കാല്ലേ. ഒരു ഐസിങ് എടുത്തിട്ടെ. മതി, ഒരെണ്ണം മതിയോടോ. ഓഹോ അടുത്ത റൗണ്ട് താങ്കൾ അടിക്കും. ചൂട് ഇത് ഡ്രങ്കൻ ആദ്യമേ ചെയ്തപ്പോ ഞാൻ കളിയാക്കി. ഇതെന്താണ്, പൂജ ചെയ്യുവാണോ? ഇതൊരു പൂജയാണ്. ആ കുക്കുംബറും ആ സ്പൈസി മയണൈസും കൂടെ ചേർന്നപ്പോ ഒരു അടിപൊളി പ്രതിഭാസം. ബിയർ കുടിച്ചെടുത്താ ഒരു പെഗ്ഗൂടെ പറയട്ടെ. യെസ്. അപ്പൊ ഡ്രങ്കൻ ജി റീലോഡഡ്. ഓക്കെ ഗായ്സ്, അപ്പൊ ഡ്രങ്കൻ ആഗ്രഹിച്ചതും വെള്ളം, മദ്യദൈവം തന്നതും വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് മദ്യത്തിന്റെ മുമ്പിൽ ഡ്രങ്കന്റെ മുമ്പിൽ മദ്യം എത്തിക്കഴിഞ്ഞു. അല്ലെങ്കിൽ വെള്ള ലിക്വിഡ്. ഇനി അതിന്റെ പേരും പറഞ്ഞിട്ട് ആരും ഒന്നും പറയാൻ പാടില്ല. താങ്കൾക്ക് ഒരു പീസ് ഐസ് മതി എന്നൊക്കെ പറഞ്ഞു ട്രൈ അടിക്കാൻ പോണോ? അതെ, ചോക്ലേറ്റ് അടിച്ചോ. ചോക്ലേറ്റ് മിശ്രിതമല്ലേ അത്? കലക്കി ഒറ്റയടി.
ഐസ് കൂടെ വിഴുങ്ങ് വയറ്റ് ചെയ്യുന്ന തണുക്കണ്ടേ. അല്ലാതെ പോക്കറ്റിലിട്ടല്ലോ പോവാ. വയറ്റില് ഭയങ്കര ചൂടാണോ. ഒരുത്തനും അങ്ങനെ ചെയ്യരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ആരും അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ജീവന് വില കൊടുക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ അവർ ഉള്ള സമയമാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നോക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ജീവിതം നശിപ്പിച്ചതല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ ജീവിതം മുഴുവൻ അവര് ത്യാഗങ്ങൾ സഹിക്കുന്നത്, എല്ലാ വിഷമങ്ങളും സഹിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ ഇപ്പോഴത്തെ ഞാനല്ലല്ലോ പണ്ട്. അതിപ്പോ നിങ്ങൾ പറയും പണ്ട് ഞാൻ കൊച്ചു കൊച്ചാൽ നിങ്ങൾ പറയും. ആശുപത്രി വെച്ച് മാറിപ്പോയാണെന്നല്ല ഈ സാധനത്തിന്റെ പ്രശ്നം. നമ്മൾ പറയാൻ വരുന്നത് പറയിപ്പിക്കത്തില്ല, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയും. ബ്ലഡി ഫുൾ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യമല്ല, ഞാൻ ജസ്റ്റ് സീരിയസ് തിങ്. ഓക്കെ, അപ്പോൾ പോയി മറന്നുപോയി. എല്ലാം പ്രകൃതിയുടെ. എന്റെ അച്ഛന്റെ അമ്മയുടെ പണ്ടത്തെ കാര്യം ഞാൻ പറയാം. എന്റെ അച്ഛൻ്റെ അമ്മയുടെ ആ സമയത്ത് കാശും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിള്ളേർക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് അവര് ഹോട്ടലിൽ പോയി അവര് നൈസായിട്ട് പൊറോട്ടയും ഗ്രേവി, എന്റെ അമ്മ പറഞ്ഞിട്ടുള്ള കഥ കേട്ട, പൊറോട്ടയും ഗ്രേവി മാത്രം കഴിച്ചിട്ട്, കാശില്ല, ഞങ്ങൾ സന്തോഷിക്കട്ടെ, ഞങ്ങൾ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് കറികൾ മാത്രം ഉള്ള പൈസ ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കി. അവര് വെറും പൊറോട്ടയും ഗ്രേവി. അത്രയേ ഇതൊക്കെ ലാവശ്യം വേണേ പറയാം. ഇതുപോലും ഇല്ലാതെ പട്ടിണി കിടക്കുന്ന മാതാപിതാക്കള് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, മേടിച്ചു കൊടുക്കും. കഷ്ടപ്പെട്ടിട്ടാണ് അതുപോലും ചെയ്യുന്നത്. അവര് വിശന്നിട്ട് പോയി. അപ്പോൾ അതാണ് നിങ്ങൾ വില കൊടുക്കുന്നത്. പഠിച്ചിട്ട് നേരെ അതിന്റെ ആ ബാത്റൂമിൽ കയറി ആ ഫ്ലോയിൽ അങ്ങോട്ട് പോയ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനായിട്ട്? സ്ത്രീത്വം അപമാനിച്ചെന്ന് ഞാൻ പറയാൻ കേട്ടോ. എനിക്ക് വയ്യ, എനിക്ക് കേസിന്. എന്നിട്ട് അടുത്ത ദിവസം പത്രത്തിൽ വരും, മദ്യപാന സംഘം, മദ്യ ലോബി മദ്യപിച്ചിട്ട് സ്ത്രീകളുടെ ബാത്റൂമിൽ കയറി പരാക്രമം കാണിച്ചു. എന്നാൽ സ്ത്രീകളൊന്നും ഇല്ല കേട്ടോ, എന്നാലും പരാക്രമം. ഇരുന്നില്ലേ ജീവിതം? ബ്ലഡി കഴിഞ്ഞു, പൊടിഞ്ഞു പോണു. ഇപ്പൊ സമാധാനമായി. ചേട്ടാ ചിക്കൻ ഒന്നും ഇല്ല കേട്ടോ. ചിക്കൻ ഒന്നും ചിക്കൻ 65 ആയിരുന്നു. ഞാൻ എണ്ണക്കത്തിട്ട് മൂടി ചേട്ടാ. ചേട്ടാ അപ്പഴേ പൊറോട്ട ദോശ എന്ത് വേണം? എനിക്ക് 2 ദോശ. 2 ദോശ ചേട്ടാ. 2 പ്ലേറ്റ് ദോശ. അല്ല, 1 പ്ലേറ്റ് ദോശ, ഒരു 4 പൊറോട്ട, പിന്നെ 2 ചിക്കൻ 65. എനിക്ക് 2 ദോശ. തനിക്ക് 2 ദോശ പറഞ്ഞേ. പിന്നെ കുറെ സവോള. ഓക്കെ ഓക്കെ. ഇവിടെ കിടക്കുന്ന സാധനങ്ങളെ പഴംപൊരിയും കാര്യങ്ങളൊക്കെ. മുളക് ബജ്ജി. അതെ, ഇവിടെയാണല്ലോ. ചെറിയ കടയൊന്നും അല്ല കേട്ടോ, വലിയ കടയാണ്. അത് 2 മണി വരെ. പൊരി എന്ന് പറഞ്ഞപ്പോ എന്താണ് സാധനം? ഇത് കോളിഫ്ലവർ. ചിക്കൻ 65. ഇത് മുളക് ബജ്ജി. ഇത് ഏത്തക്ക ബനാന വെച്ച് പൊരിച്ചത്, വെട്ടുപൊരി. കുറെ കാലം കുറെ സാധനങ്ങൾ തീർന്നു. അതെ, ഇത് ബോണ്ടയായിരുന്നു. ഇത് ബോണ്ടയുടെ ഉള്ളിവിടെയാണ്. ഉള്ളിവിടെ പല സ്ഥലങ്ങളിലും പലതാ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ആലപ്പുഴയിലും അമ്പലപ്പുഴയിലൊക്കെ ബോണ്ട എന്ന് പറയും. കാരണം ചേട്ടാ അതിൽ ബോണ്ടയാണ്. കാരണം മറ്റേ ഉള്ളിവിട എന്ന് പറയുമ്പോൾ സവോള വെച്ച്, അതാണ് ഉള്ളിവിട. അതെ, അതെ, സവോള മാത്രം ഇട്ടോ. അതല്ലേ ചേട്ടാ ഉള്ളിവിട. ഇതിലൊക്കെ നമ്മൾ ബോണ്ടെന്നേ പറയത്തുള്ളൂ. നമ്മളൊക്കെ ബോണ്ടെന്ന് പറയും. നമ്മൾ ആലപ്പുഴക്കാരാ. അതെ, തെക്കോട്ടൊക്കെ ഉള്ളിവിട. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഉള്ളിവിട എന്ന് പറയത്തുള്ളൂ. ശരിക്കും ബോണ്ടായത്. ബോണ്ടയും ബീഫ് കറി ഒക്കെ ഇപ്പൊ തീർന്നതേ അറിയില്ല. അത് ശരി, നന്നായി. ഇതിന്റെ നോക്കത്തുള്ളൂ. നിങ്ങളെ കച്ചവടം അതിന്റെ തീരാതെ ഇങ്ങനെ മുടങ്ങി വെച്ചതല്ലേ മുടക്കാൻ പറ്റില്ല. ചേട്ടാ നമ്മുടെ 65 ഇത്തിരി സവാളയും മുളകൊക്കെ കൂടിട്ടാണ്. ഇത് പാഴ്സലാണോ? ഇത് പാഴ്സലാണ്. അതെ, ഈ ഇരിക്കുന്ന ഇക്ക മേടിക്കുന്ന എല്ലാ ദിവസവും 30 ദോശയും 65 കൊണ്ടുപോകും വീട്ടിലേക്കാ? അതോ നമ്മുടെ അണയ്ക്കാ? പോടാ. ഇല്ല, കാണാം. നമ്മളെ യൂട്യൂബ് ഒക്കെ ചെയ്യുന്നത്. മനസ്സിലായി. ഈ പുള്ളിക്കാരനെ അറിയാവോ? സ്ഥിരം പുള്ളിയാണല്ലേ, ഇപ്പൊ മനസ്സിലായി കാണുന്നത്. അറിയാമോ? പറയുന്നില്ല, നമുക്കതൊന്നും പറയുന്നില്ല.
അത് നല്ല കഥയല്ലേ? ഇച്ചിരി നല്ല കഥയുണ്ട് ഇവിടെ പറയാം. എന്താ കുരുമുളക്? അല്ല ആക്ച്വലി എന്താണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്? അതൊക്കെ കണ്ടോണം. അതെ വെറൈറ്റിയാണ്. അതെ സംഭവം ഇവിടെ നിൽക്കാൻ പയ്യേ. എന്താ സംഭവം? എന്താ ചില്ലി ചിക്കൻ ആണോ? ചിക്കൻ 65 അതോ ചില്ലി ചിക്കനാ? ചില്ലി ചിക്കൻ അല്ല, ചില്ലി നീളത്തിൽ അരിയുന്ന. ചില്ലി ചിക്കൻ എന്ന് പറയുന്നത് വേറെ. ഇത് സാധനം എന്താ? 65. ഓ 65. സാധനം 65 മറ്റേ ചിക്കന്റെ പീസ് മാത്രമല്ലേ കാണുന്നുള്ളൂ? ചിക്കന്റെ പീസാണ്. ഇതിനകത്ത് മറ്റേ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഉള്ളിയൊക്കെ കൂടുതൽ ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് ഡെക്കറേഷൻ ചെയ്തു തരിക. പാഴ്സലാണോ പറഞ്ഞവൻ? ഒന്നും പറഞ്ഞു. എടാ എന്താണ് ഇവിടെ സംഭവം എല്ലാം പറഞ്ഞ? കഴിക്കുകയാണോ മോനെ പാർസലാണ്? ഒരു പ്ലേറ്റ് ദോശ, 2 പ്ലേറ്റ് പൊറോട്ട. ഇത് നമ്മുടെ അല്ല, നമ്മുടെ ആവുന്നതേ ഉള്ളൂ. അങ്ങനെ 2 പ്ലേറ്റ് ദോശ, അതല്ലേ 1 ദോശയും 2 പ്ലേറ്റ് പൊറോട്ട. അല്ല ഖനോള പൊറോട്ടയാണല്ലോ. തനിക്ക് ദോശയല്ലേ പറഞ്ഞേ? സാമ്പാറും പൊറോട്ടയോ? പൊറോട്ടയും സാമ്പാർ എന്റെ ഫേവറേറ്റ് ആണ്. അതെ പീസ് ഉള്ളി. അതെന്താണ്? ഉള്ളിച്ചമ്മന്തി കണ്ടോ? സ്പൂണില്ലേ അടുത്ത്? ഇപ്പൊ നമ്മൾ ലേറ്റ് ആയത് കാരണം ഗ്രേവി ഒന്നും അത് അഡീഷൻ ഇല്ല. സാമ്പാറും ചമ്മന്തിയൊക്കെ ഉള്ളൂ. അത് ഇത്തിരി സാമ്പാർ വെക്കിടും. ഒഴിയിടും. ഈ ഒന്നും നോക്കാനില്ല. പീസൊന്നും വേണ്ട. ഇത്തിരി ഗ്രേവി അതിന്റെ സാമ്പാറിന്റെ ചാറിങ് ഒഴിച്ചു. ഓക്കെ, ജീവിതത്തിൽ ആദ്യമായിട്ട് പൊറോട്ടയും സാമ്പാറും. നല്ല എരിവട്ടോ അല്ലേ? എന്താ ഷാപ്പാ എരിവ് വേണമെന്ന് പറയാനായിട്ട്? നിനക്കല്ല പീസ് വേണ്ടത്, ഒന്ന് കഴിച്ചോ. ഇതില്ല. ചമ്മന്തി കേട്ടാ? മറ്റേ ചമ്മന്തി മുളക് നോക്കി തെരഞ്ഞു പിടിച്ചത് കഴിക്കുന്നല്ലേ? മുളക് ഡ്രങ്കന്റെ ഒരു വീക്ക്നെസ് ആണ്. ജോളോ ചിപ്സ് കഴിച്ചിട്ട് പോലും കൂളായിട്ട് വന്ന മനുഷ്യനാണ്. ഞങ്ങള് മുളക് മെഴുക്കുവരട്ടിയൊക്കെ മേടിക്കും. മുളക് മെഴുക്കുവരട്ടി എവിടെ ചായ ശരിയാത്തില്ല. ചായ ഉണ്ട്, കട്ടൻ ചായ ഉണ്ട്. കട്ടനൊക്കെ കുറെ ഞങ്ങൾ അടിച്ചിട്ടാ വന്നത്. പിന്നെ നേരെ പോകല്ലേ. അതെ
എരിയുന്നൊരു നല്ല എരിവുണ്ട്. ആവേശത്തിൽ മുളകെല്ലാം കൂടെ കയറി കഴിച്ച് നല്ലൊരു എനിക്ക് പൊറോട്ട ഉണ്ടല്ലോ. വേണേ എന്റെ പൊറോട്ട നിനക്ക് തരാം, ദാനം ചെയ്യാം. എനിക്ക് വേണ്ട, എന്റെ മുന്നേ എനിക്ക് വേണ്ട. എരിവെന്ന് പറഞ്ഞ് വെറുതെ ചാടിത്തുള്ളി നടന്ന അവസാനം എരിവ് കൊണ്ട് പട്ടാഭിഷേകം നടത്തിയിട്ടിരിക്കുകയാണ്. എനിക്ക് മതി, ഇത്രയൊന്നും കഴിയുന്നില്ല. ഞാനാ എരിവ് എരിവ് ഒരു പണിയൊന്നും കേട്ടോ, പണി തന്നെയാണ്. സന്തോഷിപ്പിക്കാന്നുള്ളതേ ഉള്ളൂ. ആവേശത്തിൽ പറഞ്ഞ മുളക്, അതെ കുരുമുളക് മാത്രമല്ല പച്ചമുളക് എല്ലാം കൂടെ ചേർന്നൊരു കോംബോ ആയിപ്പോയി. അടിച്ചിട്ട് കഴിക്കാം. അതെ, ഇത് പറഞ്ഞില്ല. നമ്മുടെ കിഴക്കേശ്വരിക്കുന്ന കഴിക്കാരന് ഒരനക്കവും ഇല്ലല്ലോ. പുള്ളി വേറെ ഏതോ ലോകത്തിലാണ്. അല്ല, ഇത് പറഞ്ഞില്ല. ഏത് ഫീൽഡ് വർക്കാ? അതൊക്കെ തന്നെ എന്നാലും വെള്ളോടി അത് വേണമല്ലോ. അത് തന്നെ നമ്മളെ ജോലി. അതിപ്പോ വയലാറ് മുതൽ അങ്ങോട്ട് ഇങ്ങനെയല്ല. അതിന്റെ ഒരു രസമുണ്ട്. അതാ ചോദിച്ചത്.